ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ അശുദ്ധിയല്ല, ഭഗവാൻ നോക്കുന്നത് മനസ്സിന്റെ ഭക്തിയാണ്. അതെപ്പോഴും ഓർക്കുക. ഭക്തിയുണ്ടോ ദോഷത്തിനവിടെ സ്ഥാനം. നിങ്ങൾക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ദോഷം വരുന്നത്. കാരണം പാഞ്ചാലി ഭക്തിയുള്ള ഹൃദയത്തോടുകൂടി വിളിച്ചപ്പോൾ പീരീഡായിട്ട് പോലും ഭഗവാൻ വസ്ത്രരൂപത്തിൽ അനുഗ്രഹിച്ചു. അങ്ങനെയല്ലേ കഥ? പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് രജസ്സിലാണ്, അവർ പീരീഡായിരിക്കുന്ന സമയത്ത്. കേട്ടിട്ടില്ലേ കഥ? പക്ഷെ ഭക്തിയുള്ള ഹൃദയത്തോടുകൂടി വിളിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രകടമായി എന്നല്ലേ കഥ? ആണോ? ഭഗവാൻ നോക്കിയില്ല ശരീരത്തിന്റെ അശുദ്ധി. അതുകൊണ്ടാണ് ഋഷി എഴുതി വെച്ചത് അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോ വിവാ യസ് മരേത് പുണ്ടരീകാക്ഷം സഭാഹ്യാഭ്യന്തര ശുചി. മനസ്സിൽ ഭക്തിയുണ്ടോ, ദൃഢമായ ഭക്തിയുണ്ടോ, അവിടെ ശുദ്ധിയും അശുദ്ധിയും ഒന്നും നോക്കണ്ട കാര്യം. അതാണ് എഴുത്തച്ഛൻ എഴുതിയ ഋതുവായ പെണ്ണിനും ഇരപ്പനും പതിതനും ദാഹകനും നാവൊന്നു വേണ്ടു ഹരി. അതേ വേണ്ടു, ആ ഭക്തി വേണം.